ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സാരി ഉപയോഗിച്ചിട്ടൊരു ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് സാരി വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ലിറ്റിൻ്റെ ചുരിദാർ നമുക്ക് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു ചുരിദാർ വെച്ച് എങ്ങനെയാണ് ഒരു തുണിമേൽ അളവെടുക്കേണ്ടത് എന്നതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലത്തെ സാരി നമ്മൾ അത്യാവശ്യം ഉടുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു സാരി നമുക്ക് ടോപ്പോ അതുപോലെ തന്നെ യോക്കമ്പറിലോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പീസ് നമ്മൾ സാരിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതിനെ കറക്റ്റാക്കിയിട്ട് മടക്കിയിടണം കേട്ടോ. പകുതിയാക്കി മടക്കി നമുക്കിത് ആദ്യം തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ ഇതാ എല്ലാ സൈഡും നല്ല ഫിനിഷായിട്ട് തന്നെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നമുക്ക് പാകമുള്ളൊരു ചുരിദാർ എടുക്കാം. സ്ലിറ്റിൻ്റെ ചുരിദാർ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് ചുരിദാറായാലും കുഴപ്പമില്ല കേട്ടോ. അമ്പർല ചുരിദാറാണെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ ഫ്രണ്ട് ഭാഗം ആ ഒരു കരപ്പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്തെ കട്ട് ചെയ്ത് കളയാം. താഴത്തെ നമുക്ക് കുഴപ്പമില്ല, ബോർഡറായിട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചുരിദാറിനെ കറക്റ്റ് ആക്കിയിട്ട് രണ്ടാക്കി മടക്കിയിടാം കേട്ടോ. ഇതുപോലെ മറച്ചിട്ടിട്ട് രണ്ടാക്കി മടക്കിയിടാം. അപ്പോൾ ഇതിൻ്റെ ആ അറ്റം നമ്മൾ സെയിം ആയിട്ട് തന്നെ വെക്കണം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ആ അറ്റം നമ്മൾ കറക്റ്റ് ആ ലെവലിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് എല്ലാ ഭാഗവും നിവർത്തിയിടാൻ കണ്ടോ. ഏകദേശം എല്ലാ ലെങ്ത്തും ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ശരിക്കല്ലേ ഇട്ടതെന്ന് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ കഴുത്ത് നെക്ക് വെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മൾ പേപ്പറിൽ എങ്ങനെയാണ് നെക്കൊക്കെ വെട്ടി പഠിക്കുക എന്നുള്ളത്. അതായത് പലതരത്തിലുള്ള നെക്കുകൾ നമ്മൾ ഇട്ടിരുന്നു കേട്ടോ. വിയും അതുപോലെ തന്നെ ചതുരവും റൗണ്ടും എല്ലാം നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ എങ്ങനെയാണ് വെച്ച് വെട്ടുന്നതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഷേപ്പ് ദേ വരച്ചിട്ടുണ്ട്, താഴെ വരെ ഷേപ്പ് വരച്ചു. ഇനി കൈ നമ്മൾ ഒരിക്കലും അടയാളപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ കൈ മടക്കിയതിന് ശേഷം ആ കൈക്കുഴിയുടെ ഭാഗം കറക്റ്റ് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. അറ്റത്ത് തുടങ്ങി കൈ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ അടയാളപ്പെടുത്തി ഈ അറ്റം വരെ കൊണ്ടുവരാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ടോപ്പ് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഏകദേശം ഷേപ്പും കൈക്കുഴിയും കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇന്നലെ വെട്ടിയിട്ടുള്ള ആ ഒരു പീസ് വെച്ച് എങ്ങനെയാണ് കഴുത്ത് വരയ്ക്കാമെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ വെട്ടി വെച്ചിട്ടുള്ളത് ആ പീസ് മടക്കിയിട്ട് ഇതുപോലെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കഴുത്തിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ അളവിൽ അങ്ങോട്ട് വരച്ചാൽ മതി. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തുന്നുന്നവർക്കാണെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് എടുത്തത് ഇതുപോലെ ഇങ്ങനെ ഒരു നമുക്ക് പുസ്തകത്തിൻ്റെ ചട്ടയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ആകുമ്പോൾ നമുക്കിതുപോലെ മടക്കി വെക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പീസിൽ ഇതുപോലെ വെട്ടി വെച്ചാൽ നമുക്ക് ഷേപ്പൊക്കെ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ചുരിദാർ വെച്ച് നമുക്ക് വെട്ടാനുള്ളൊരു രീതിയാണ് ഞാനീ പറഞ്ഞു തരുന്നത് കേട്ടോ. അളവെടുക്കാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം വെട്ടി മാറ്റാം. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെട്ടി മാറ്റാം കേട്ടോ. കൈക്കുഴി വെട്ടി മാറ്റാം, പിന്നെ നമ്മളുടെ ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ അളവെടുത്ത് വെട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ചുരിദാർ മടക്കുക, ജസ്റ്റ് ആ തുണിമേൽ ഇടുക. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ വെട്ടിയിട്ടുള്ള ബാക്ക് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസും കൂടി തുണി ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു കഴുത്തിൻ്റെ അളവൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് വെട്ടുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു പീസ് തുണി ഇതുപോലെ തന്നെ മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഭാഗം ഇതിൻ്റെ ഒപ്പം തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഇതേ ഷേപ്പും കൂടെ ഒന്ന് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ വെട്ടൽ കഴിഞ്ഞു. അതെ, വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചുരിദാർ വെട്ടാം. ഭയങ്കര സിമ്പിളായിട്ട് വെട്ടാം. നമ്മൾ ഓരോ അളവുകൾ എടുത്ത് ഇതുപോലെ വെട്ടുന്നതിന് പകരം ഇതുപോലൊരു ടോപ്പ് എടുക്കുക, അതിൻ്റെ മേലെ ഇങ്ങനെ ഇടുക, അതിനുശേഷം വെട്ടുക. കഴുത്തും ഇതുപോലെ തന്നെ നമ്മൾ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനും എളുപ്പമായിട്ട് നമുക്ക് വെട്ടാം. അപ്പോൾ നിങ്ങൾ നോക്കി വെട്ടി നോക്കി 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് വെട്ടാനായിട്ട് നമുക്ക് പറ്റും. കാരണം നമ്മൾ ടാപ്പ് എടുത്ത് അളവെടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ അളവെടുത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നിവർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൗണ്ട് കഴുത്താണ് നമ്മൾ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒരു ചുരിദാർ വെട്ടുക. അതായത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു മോഡൽ ചുരിദാർ വെച്ചിട്ട് ഒരു തുണിമേൽ എങ്ങനെയാണ് വെട്ടുന്നതെന്നാണ് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൈയും കൂടെ നമുക്കൊന്ന് വെട്ടണം. അപ്പോൾ അതിന് ഞാനൊരു പാറ്റേൺ ഞാൻ ഫസ്റ്റത്തെ വ്ളോഗിൽ കാണിച്ചു തന്നിരുന്നു. നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. അതിനുശേഷം നമ്മുടെ പാറ്റേൺ ഇങ്ങനെ വെക്കാം. ഇതൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് താഴോട്ട് എടുത്താൽ മതി. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കൈ വെട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ 2 കൈയും ഇതുപോലെ തന്നെയാണ് വെട്ടേണ്ടത് കേട്ടോ.
അപ്പോൾ തുണി ഒരുമിച്ചിട്ടിട്ട് വെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഓരോ കൈയായിട്ട് വെട്ടാം. ഈ ഒരു ഷേപ്പ് വരയ്ക്കുക. താഴത്തോട്ടാണ് നമുക്ക് എത്ര നീളം വേണം, ഇപ്പോൾ 3/4 കൈ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള തുണി വേണം മടക്കിയിടാനായിട്ട്. ഇതിപ്പോൾ ചെറിയ കൈയാണ് നമ്മൾ ആക്കുന്നത്, അപ്പോൾ അത് കാരണം എന്ത് ചെയ്തൊന്ന് വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൈ റെഡിയായി. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതുപോലൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ എളുപ്പമായിട്ട് കഴിയും. അത് കാരണം കട്ടിങ്ങിന് ഒരു സമയം തന്നെ വേണം, നമ്മൾ ചുരിദാറുകളായാലും എന്ത് വെട്ടുന്നതിനായാലും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ പെട്ടെന്ന് തുന്നുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.